ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ട്രേഡിംഗ്. അപ്പോൾ വാർണിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 9 മണീൻ്റെ സെക്ഷനാണ്. 9 മണീൻ്റെ സെക്ഷനിൽ നമ്മൾ എന്താ പറയുക, മാർക്കറ്റ് വളരെ മോശമാണ്, എന്നാലും നമ്മുടെ 9 മണീൻ്റെ സെക്ഷനിൽ നമ്മൾ ട്രേഡ് നോക്കുകയാണ്. ഓക്കെ, ഐ ഡി ആറിൽ ഡൗണിലേക്ക് ഒരു എൻട്രി ഉണ്ട്, പക്ഷേ ഡൗണിലേക്ക് എടുത്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ എടുക്കാൻ വേണ്ടി കാത്തുനിന്നത് അപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നോ പ്രോബ്ലം. ഇവിടെ ചാൻസ് ഉണ്ട്, ചാൻസ് റെക്റ്റാങ്കിൾ ചാൻസ് കണ്ടോ, ഈ ഏരിയ ഉണ്ട് ഇവിടെ. ഈ ഏരിയയിലേക്ക് റിജക്ഷൻസ് നോക്കാം. നല്ലൊരു എന്താ പറയുക, ഭയങ്കര വിക്കാന്നേ. ഇന്നത്തെ മാർക്കറ്റ് തന്നെ വളരെ മോശമാണ്, വളരെ മോശം. ഓക്കെ, അപ്പോൾ കടന്ന് കളിക്കുന്നുണ്ടോ? ഓഹ്, ഇങ്ങനത്തെ മാർക്കറ്റിലൊക്കെ നമ്മൾ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ്, മനസ്സിലാവുന്നുണ്ടോ? കുറച്ച് പണിയാണ്. ജിമ്മ് പറഞ്ഞിട്ടൊക്കെയാണ് മാർക്കറ്റ് പോണത്. ഓക്കെ, കാരണം അത്രയ്ക്കും ഫ്ലക്ച്വേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഡൺ. നെക്സ്റ്റ്, ഇനിയിപ്പോൾ അടുത്ത ഏതിലാണ് അപ്പം നമുക്ക് നോക്കുക. ഭയങ്കര ഫ്ലക്ച്വേഷനാണ്. ഫ്ലക്ച്വേഷൻ. അപ്പോൾ എന്താണ്, താല്പര്യമുള്ളവർ നമ്മുടെ VIP ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്തോളൂ. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്തോളൂ, അത്രയേ ഉള്ളൂ. ഓക്കെ, ട്രേഡിംഗ് എന്ന് പറയുന്നത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലെവൽസും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. ഓക്കെ, പിന്നെ വേറൊരു കാര്യങ്ങൾ പറയാം. നിങ്ങൾ എന്ത് ബിസിനസ് ചെയ്യും, എന്ത് ബിസിനസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പുറപ്പെട്ടാലും അല്ലെങ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നാലും അതിനൊക്കെ ഒരു ക്യാപിറ്റൽ അല്ലെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഒരു 1500 റുപ്യ 2000 രൂപയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് നിങ്ങൾ ചെയ്യും. എനിക്കറിയില്ല കേട്ടോ, എനിക്കറിയുന്ന ബിസിനസ്സിൻ്റെ കാര്യം പറഞ്ഞത്. ഞാൻ എപ്പോഴും മിക്ക വീഡിയോയിലും ഞാൻ പണ്ട് പറഞ്ഞിരുന്നു, ഒരു ചായക്കട വേണ്ട, ഒരു ചായ എന്താ പറയുക, ഒരു ചായ വിൽക്കുന്ന ഒരാൾ നിങ്ങൾ എന്ന് വയ്ക്കുക, ഒരു ടീ സെല്ലർ. നിങ്ങൾ നടന്ന് വിൽക്കുന്നു എന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ആ ടീ തണുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെലാർ അല്ലെങ്കിൽ മേ ബി ആ ചായ കീപ്പ് ചെയ്യുന്നൊരു സാധനം, ഗ്ലാസ്, അതുപോലുള്ള സംഗതിയൊക്കെ മേടിക്കും. ഏകദേശം ഒരു 15,000 രൂപ, 15,000 രൂപയാവും. ഓക്കെ, നിങ്ങൾ വേറെ ഒന്നും വേണ്ട, നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു മീൻ വിൽക്കുന്ന ഒരു ജോബിന് വേണ്ടിയിട്ടാണ് പോകുന്നത് നോക്കാം. നിങ്ങൾ സ്വന്തമായി ഷോപ്പല്ല, ജസ്റ്റ് സൈക്കിളിലോ അല്ലെങ്കിൽ ബൈക്കിലോ മീൻ കൊടുക്കുന്ന ഒരാൾ. അവിടെ എത്രയാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വരിക? മീൻ മേടിക്കണം, വണ്ടിയുടെ പൈസ, വണ്ടി മേടിക്കണം, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് സംഗതികളുണ്ട്. അവിടെയും നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എത്ര ചെയ്യുന്നുണ്ട്? 2000 രൂപയാണോ? അല്ല, അവിടെയും നിങ്ങൾ 10, 15,000, 20,000, ചിലപ്പോൾ 50,000, 1,00,000 രൂപേൻ്റെ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്ത് ബിസിനസ്സിലായാലും നിങ്ങൾ ചെയ്യുന്നത് അങ്ങനെയല്ലേ, കുറച്ച് എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാപിറ്റൽ കുറച്ച് കൂടുതലായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. ട്രേഡിങ്ങിൽ മാത്രം നിങ്ങൾ വരുമ്പോൾ 1000 രൂപ, 500 രൂപ, 2000 രൂപ, ഇങ്ങനെയൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇങ്ങനെയാകുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടുക?
ഇതും ഒരു ബിസിനസ്സല്ലേ? ഇതും എന്താ പറയേണ്ടത്, ട്രില്യൺ ഡോളേഴ്സിൻ്റെ ബിസിനസ് ഇവിടെ നടക്കുന്നതാണ്, ബിസിനസ്സാണത്. ഓക്കെ, അപ്പോൾ ആ ഇതിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് എല്ലാം പോട്ട് അറ്റ്ലീസ്റ്റ് ഒരു 10,000 രൂപയെങ്കിലും നിങ്ങൾക്ക് വേണ്ടേ? ഒരു 10,000 രൂപയെങ്കിലും നിങ്ങൾ കയ്യിൽ വെക്കണ്ടേ? 2,000 രൂപയ്ക്ക് വന്നിട്ട് നിങ്ങൾക്ക് 2,000 രൂപ നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു മോശം പരിപാടിയല്ലേ? അല്ലെങ്കിൽ അങ്ങനെ മോശം പരിപാടിയൊന്നുമല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ എന്ത് ഇതിലാണ് നിങ്ങൾ എങ്ങനെയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരുടെ വിചാരവും ട്രേഡിംഗ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് മണി ഉണ്ടാക്കാൻ പറ്റുന്നൊരു മേഖലയെന്നാണ്. ഇതിനെക്കുറിച്ച് അറിയുന്നതിന് മുമ്പ് ഞാനും അങ്ങനെ തന്നെയാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ ട്രേഡിങ്ങിൽ ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു പാർട്ടേ നമ്മൾ അങ്ങോട്ട് മറക്കുകയാണ്. ഞാൻ 2,000 രൂപ അല്ലെങ്കിൽ ഞാൻ 1,500 രൂപ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, എനിക്കിതിന്ന് പ്രോഫിറ്റ് കിട്ടണം, എനിക്കിതിന്ന് എന്താ പറയുക, എനിക്ക് ഇതിന്ന് വേണം എൻ്റെ ലൈഫ് ഇതാവാൻ എന്ന് വിചാരിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് സുഹൃത്തെ ശരിയാവുക? മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല. നിങ്ങൾക്ക് ഇത് ചേരുന്നതിന് മുമ്പ്, നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ചേരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റ് തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ തരികയാണ്. മനസ്സിലാവില്ല, ഒരാളും നിങ്ങളോട് ഇത് പറയില്ല. വേഗം ചാടി പിടിച്ച് കയറിക്കോ, ജോയിൻ ചെയ്തോ എന്ന് മാത്രമേ പറയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ജോയിൻ ചെയ്തോളൂ, ഓക്കെ, നിങ്ങൾക്ക് പ്രോഫിറ്റ് കിട്ടും, നിങ്ങൾക്ക് ഭയങ്കരമാവും, ആനയാണ് ചേനയാണെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇല്ല, കിട്ടും, 1-2 ദിവസം കിട്ടും. അത് കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ ലോസ് വരുമ്പോൾ അതിനെ മാനേജ് ചെയ്യാനുള്ള പൈസ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ, മനസ്സിലാവുന്നുണ്ടോ? ഒരു കൊട്ട മീൻ മേടിച്ചു, അത് ചീഞ്ഞു പോയി, നമുക്കിനി അത് വിൽക്കാൻ പറ്റില്ല. അപ്പോൾ അടുത്ത കൊട്ട മീൻ മേടിക്കാനുള്ള പൈസ നിങ്ങളുടെ അടുത്തില്ലെങ്കിൽ, ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്, മനസ്സിലാവുന്നുണ്ടോ? അല്ലാതെ ആരെയും മോശമായിട്ട് പറയുന്നതല്ലത്. ആരെയും മീൻ കച്ചവടം എന്ന് പറയുന്നത് മോശമായിട്ട് കാര്യമല്ല. ഓക്കെ, നല്ല ബിസിനസ് കിട്ടുന്ന കാര്യമാണ്. ഞാൻ അങ്ങനെ മോശം, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു ബിസിനസ് നടത്തുന്നതിന് പോലും നമുക്ക് നല്ലൊരു പൈസ വേണം. പിന്നെ എന്താണ് നിങ്ങൾ ട്രേഡിങ്ങിലേക്ക് നിങ്ങൾ വരുമ്പോൾ, ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഇതിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ചില ആൾക്കാർ, എല്ലാവരും പറയുന്നില്ല, നമ്മുടെ ഗ്രൂപ്പിൽ 25 ലക്ഷം രൂപ ഡെപ്പോസിറ്റ് ചെയ്തവരുമുണ്ട്. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ എന്തുകൊണ്ടാണ് ഒരു 1,500 2,000 രൂപ ഇട്ടിട്ട് മാത്രം വരുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലോസ് വരാതിരിക്കാൻ പറ്റുമോ? ലോസ് ഇല്ലാതെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറ. ഞാൻ വെട്ടി തുറന്ന് നിങ്ങളോട് ഞാൻ സംസാരിക്കുകയാണ്. ലോസ് ഇല്ലാതെ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഈ ലോകത്തിൽ അങ്ങനെ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അങ്ങനെ? ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഇവിടെയൊക്കെ ഇതിൻ്റെ താഴോട്ട് പോകുന്നില്ല. ഓക്കെ, നമ്മളെ നോക്കണ്ട, നിങ്ങൾ ആരെങ്കിലും ഒരാളെ കണ്ടിട്ടുണ്ടോ ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യുന്നൊരു വ്യക്തി? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ പറ്റില്ല. അങ്ങനെ അതേപോലെ ലോസ് മാത്രം എടുക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു പ്രോഫിറ്റ് എടുക്കില്ല, ലോസ് മാത്രം. ഒരു സിഗ്നലിൽ ഒരു പ്രോഫിറ്റ് എടുക്കില്ല എന്നല്ല, ഒരു സിഗ്നലിലും ഒരു പ്രോഫിറ്റ് കിട്ടില്ല, അല്ലെങ്കിൽ ഒരു സിഗ്നലിൽ ലോസ് കിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തി ഈ ലോകത്തുണ്ടോ? ഉണ്ടാവുമോ? നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയിൽ വെച്ച് ചിന്തിക്കുക. ഇല്ല. ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റും ഉണ്ടാവും, ലോസും ഉണ്ടാവും, പിന്നെയും പ്രോഫിറ്റ് ഉണ്ടാവും, പിന്നെ ലോസ് ഉണ്ടാവും, പിന്നെ ലോസ് ഉണ്ടാവും, പിന്നെ ലോസ് ഉണ്ടാവും, ലോസ് പിന്നെ പ്രോഫിറ്റ് ഉണ്ടാവും. മനസ്സിലാവും? ലോസ് പിന്നെ പ്രോഫിറ്റ് ഉണ്ടാവും, പിന്നെ ലോസ് പിന്നെ പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ഈ ലോസ് വന്നു കഴിയുമ്പോൾ നമ്മളതിനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും പ്രോഫിറ്റബിൾ ട്രേഡറായിട്ട് മാറില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇന്നിപ്പോൾ 2 ട്രേഡ് എടുത്താൽ മതി, കാരണം മാർക്കറ്റ് അത്ര നല്ലതല്ല. ഓക്കെ, അപ്പോൾ ആ ലോസിനെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആവാൻ പറ്റില്ല. ആ ലോസിനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആ ലോസിനെ നമ്മൾ റിക്കവർ ചെയ്യണം.
റിക്കവർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ലോസായി നെക്സ്റ്റ് അതിൽ നമ്മൾ MTG എടുക്കുന്നു, അല്ലെങ്കിൽ അത് നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഡബിൾ എമൗണ്ട് ഇടുന്നു. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ നമ്മൾ റിക്കവർ ചെയ്യാൻ നോക്കണം. ചിലപ്പോൾ 1-2 സ്റ്റെപ്പിൽ 1-2 സിഗ്നലിലാക്കി ചിലപ്പോൾ റിക്കവറി വരിക. അപ്പോൾ നമ്മുടെ അടുത്ത് എന്താണ് വേണ്ടത്? അവിടെയാണ് നമ്മുടെ ക്യാപിറ്റലിൻ്റെ പ്രശസ്തി നമുക്ക് മനസ്സിലാവും. അവിടെയാണ് നമ്മുടെ ക്യാപിറ്റൽ നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ കുറച്ച് ക്യാപിറ്റൽ ഉണ്ടാവും എന്ന് നമ്മൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, ഈ ഒരു വീഡിയോ ഇടേണ്ട ആവശ്യം എനിക്കില്ല. ഈ വീഡിയോ കേട്ട് കഴിഞ്ഞാൽ കുറഞ്ഞ എമൗണ്ടുള്ള ആൾക്കാർ പിന്നെ ജോയിൻ ചെയ്യില്ല എന്ന് എനിക്കറിയാം. വേണ്ട, മനസ്സിലാവുന്നുണ്ടോ? ആരും ജോയിൻ ചെയ്യേണ്ട, ഒരു കുഴപ്പമില്ല. പക്ഷെ കാര്യം പോലെ പറയുകയാണ്. നമ്മുടെ ഗ്രൂപ്പിൽ വിടും. നമ്മുടെ ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ അത് റിക്കവറാക്കും. ആ റിക്കവറാക്കി സെക്ഷൻ റിക്കവറാക്കിയിട്ട് ഇന്നത്തെ ഒരു 3 ലോസൊക്കെ ഉണ്ടായിരുന്നു. 11 സിഗ്നൽ കൊടുത്ത് 3 ലോസ് അങ്ങനെ എന്തുണ്ടായിരുന്നു. ആ 3 ലോസിനെ റിക്കവർ ചെയ്തിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്തത്. കറക്റ്റായിട്ട് മണി മാനേജ്മെൻറ്റ് ചെയ്തവരൊക്കെ ആണെങ്കിൽ അവർ നല്ല പ്രോഫിറ്റിലാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഈ ഒരു ട്രേഡിങ്ങിൻ്റെ ഫ്യൂച്ചറെ കുറിച്ച് പറയുകയാണ്, അല്ലാതെ എൻ്റെ ഗ്രൂപ്പോ അല്ലെങ്കിൽ വേറൊരാളുടെ ഗ്രൂപ്പോ അങ്ങനെയല്ല പറഞ്ഞത്. നിങ്ങൾ ഏത് ഗ്രൂപ്പിൽ പോയിക്കോ, ഏത് ട്രേഡിങ് ചെയ്യുന്ന ആളുടെ നിങ്ങൾക്ക് തോന്നുന്ന ഇദ്ദേഹം നല്ലതാണ്, അദ്ദേഹം ഓക്കെയാണ് എന്ന് വിചാരിക്കുന്ന ആ വ്യക്തിയുടെ ആ ഗ്രൂപ്പിൽ പോയിക്കോളൂ. പോകുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുള്ളൂ, നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ സാധിക്കും, മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാൻ സാധിക്കും, അവിടെയാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. ഇപ്പം ഞാൻ പറയാം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ ഈ ഒരു ക്യാൻഡിൽ കഴിഞ്ഞിട്ട് ഞാൻ ഡൗണിലേക്ക് തന്നു വെക്കാം. ഇത് ഓപ്പോസിറ്റായിപ്പോയി. ആകും, മാർക്കറ്റ് അങ്ങനെയാണ്. ഇത് ഓപ്പോസിറ്റായി, അവിടെ ലോസായി. നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് നമ്മൾ പിന്നെയും ഡൗണിലേക്കാണ് തന്നത്, ആ ഡൗണിലേക്ക് എടുക്കണം. അത്രയേ ഉള്ളൂ, 1 സ്റ്റെപ്പേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ തീർന്നു. ഈ ഡൗണിലേക്ക് എടുക്കാൻ നിങ്ങളുടെ അടുത്ത് പൈസ ഇല്ല എന്ന് വെക്കുക, എന്താവും? ഈ ലോസ് നിങ്ങൾ ബെയർ ചെയ്യണോ? ഈ ലോസ് ഈ ലോസ് നിങ്ങളുടെ ആയില്ലേ? നിങ്ങളുടെ ക്യാപിറ്റൽ തീർന്നോ? അല്ലെങ്കിൽ നിങ്ങൾ ആ ലോസ് മാത്രം ഏറ്റെടുത്തുകൊണ്ട് പോകേണ്ടി വരില്ലേ? മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ എൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്യാൻഡിൽ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് ഞാൻ റെഡ് വന്നിട്ട് അവിടെ ഞാൻ പ്രോഫിറ്റ് കിട്ടും എനിക്ക്. അപ്പോൾ ഞാൻ പ്രോഫിറ്റബിൾ ട്രേഡർ ആണോ എന്ന് വെച്ചാൽ ഓരോ വ്യക്തിയും നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഇപ്പം ഞാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെയാണെന്ന് വിചാരിക്കുക. ഞാൻ പ്രോഫിറ്റബിൾ ട്രേഡർ ആവണോ ആവണ്ടേന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾക്ക് സ്ട്രാറ്റജിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പല വിധത്തിലൂടെയും കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ മായാവി ട്രേഡിങ്ങിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അത് നോക്കിയിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾക്ക് ഡെമോ അക്കൗണ്ട് പ്രാക്ടീസ് ചെയ്യാം. നമ്മുടെ VIP ഗ്രൂപ്പിൽ സിഗ്നൽസ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അത് നോക്കാം. ഇതൊക്കെ ചെയ്താലും ഇതൊക്കെ നിങ്ങൾക്ക് തന്നാലും നിങ്ങൾ തീരുമാനിക്കണം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് നിങ്ങൾ പ്രോഫിറ്റബിൾ ട്രേഡർ ആവണോ ആവണ്ടേ എന്നുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഞാനിപ്പോൾ ഇവിടെ സിഗ്നൽ തന്നു. ഇപ്പോൾ ഈ ഒരു ക്യാൻഡിൽ സിഗ്നൽ തന്നു, ഡൗണിലേക്ക് പോകുന്നു. ഇവിടെ അപ്പിലേക്ക് ഓപ്പോസിറ്റ് വന്നു. ഈ ഓപ്പോസിറ്റ് വന്ന ക്യാൻഡിൽ ഓപ്പോസിറ്റ് വന്ന ക്യാൻഡിൽ എനിക്ക് ലോസാണ് തന്നെ. ഈ ലോസിനെ റിക്കവർ ചെയ്യാൻ എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിട്ടും കാര്യമില്ല, ഞാൻ വില്ലിങ് ആവണം. മനസ്സിലാവുന്നുണ്ടോ? നെക്സ്റ്റ് ക്യാൻഡിൽ ഡൗണിലേക്ക് തന്നെ ഡബിൾ എമൗണ്ട് ഇട്ടിട്ട് എടുക്കാൻ ഞാൻ വില്ലിങ് ആവണം. അല്ലാതെ എൻ്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടെന്ന് വെച്ചിട്ട് കാര്യമില്ല. ഞാൻ വില്ലിങ് ആണ് ഒന്ന്, അല്ലെങ്കിൽ ഞാൻ വില്ലിങ് ആണ് പക്ഷെ അക്കൗണ്ടിൽ പൈസ ഇല്ല, അവിടെയും പ്രശ്നം. അപ്പോൾ ഈ 2 കാര്യത്തിൽ എന്തുവരും? പ്രശ്നം വരും. ഇനി നിങ്ങൾ ഫോറക്സിലേക്ക് പോട്ടെ. അയ്യോ ബൈനറിയിൽ ഇങ്ങനെയാണോ? എന്നാൽ ഫോറക്സിലേക്ക് പോട്ടെ. ഫോറക്സിൽ എന്താ സംഭവിക്കണേ? ഇപ്പോൾ ബൈനറിയിൽ നമ്മളിവിടെ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഈ വീഡിയോ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. സ്കിപ്പ് ചെയ്ത് കളയോ സ്റ്റോപ്പ് ചെയ്തോ കളഞ്ഞോ നോ പ്രോബ്ലം. ഞാനിത് കുറച്ച് ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, അവരിത് അറിഞ്ഞിട്ട് ഓരോ ട്രേഡിങ്ങിൻ്റെ മേഖലയിലേക്ക് പോകാൻ. ഇനി ഫോറക്സ് ആണെന്ന് വെക്കാം.
നമ്മുടെ ബൈനറിയിൽ എന്താ, ഇവിടെ 100 രൂപ നമ്മൾ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 100 രൂപ മാത്രമേ നമ്മൾക്ക് പോകുള്ളൂ നമ്മൾ ട്രേഡ് എടുത്ത് ലോസ് ആയി കഴിഞ്ഞാൽ, അല്ലേ? പക്ഷേ മറ്റേ ഇവിടെയാണെങ്കിലോ, ഫോറക്സിലാണെങ്കിലോ, ഫോറക്സിൽ ഈ ഒരു എൻട്രിയിൽ, ഇവിടെ എൻട്രിയിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ 1 ലക്ഷം രൂപ ഉണ്ടെന്ന് നോക്കാം. ഈ ഒരു എൻട്രിയിൽ ഞാൻ അപ്പിലേക്ക് ട്രേഡ് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ ഞാനെന്നല്ല, നിങ്ങൾക്ക് അപ്പിലേക്ക് ഒരു ട്രേഡ് കിട്ടിയെന്ന് നോക്കാം. നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ആ ഗ്രൂപ്പിൽ നിന്ന് അപ്പിലേക്ക് ഒരു ട്രേഡ് പോകും. മാർക്കറ്റ് ഡൗണിലാണ് പോകണം. ഇവിടെ അപ്പിലേക്ക് പോകേണ്ടത് മാർക്കറ്റ് ഡൗണിലേക്ക് പോയി. നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹിറ്റാവും, ഓക്കെ? അല്ലെങ്കിൽ ലോസ് പോകുന്നു. ഈ ലോസ് എങ്ങനെയാണ്? നിങ്ങൾ ആകെ 0.01 0.02 എടുത്തിട്ടുണ്ടാവും. അതിൻ്റെ എമൗണ്ട് ചിലപ്പോൾ ഒരു 400 അല്ലെങ്കിൽ INR ഒരു 150 റുപ്പീസാണെന്ന് വെച്ചോട്ടെ, ഒരു 7,000 റുപ്പീസാണെന്ന് വെച്ചോട്ടെ, ഏകദേശം എന്ന് പറയും. നിങ്ങളുടെ അക്കൗണ്ടിൽ 1 lakh ഉണ്ട്. ഇവിടെ റോങ് പോകുമ്പോൾ, എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് പോകുമ്പോൾ, ഈ ബൈനറിയിൽ വെച്ചാൽ നമ്മളിവിടെ അടിച്ചാൽ 100 രൂപയെ പോകുള്ളൂ. പക്ഷേ ഫോറക്സിൽ നമ്മുടെ ക്യാപിറ്റലായ 1 lakh എന്നായിരിക്കും എമൗണ്ട് കുറയുന്നത്. അത് എങ്ങനെയാവും പറഞ്ഞുതരാം. 95, 90, 90, പിന്നെ കുറച്ചൊന്ന് കൂടും, പിന്നെ കുറയും, പിന്നെ ഇതാവും 85, 70, 65, 45, 40, ഇങ്ങനെ പോകും. ഏത്? ക്യാപിറ്റൽ നിന്ന്. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത് നമുക്ക്? അവിടെ സഫിഷ്യൻറ്റ് ക്യാപിറ്റൽ വേണം. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഇതേപോലെ മാർക്കറ്റ് ഒരു ഏരിയ എത്തിക്കഴിഞ്ഞാൽ മാർക്കറ്റ് അപ്പിലേക്ക് വരും. ഈ അപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ റിക്കവർ ചെയ്യാനുള്ള, നിങ്ങളുടെ അക്കൗണ്ട് വാഷ് ഔട്ട് ആവാതെ നിങ്ങളുടെ കയ്യിൽ പൈസ കിടക്കുന്നുണ്ടെങ്കിൽ, സഫിഷ്യൻ്റായ ക്യാപിറ്റൽ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു ലോസിന് ഇത് റിക്കവർ ചെയ്യും. അപ്പോഴും അവിടെ എന്താ വേണ്ടത്? ക്യാപിറ്റൽ. മനസ്സിലാവുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, റിക്കവർ ചെയ്യാനുള്ള മനസ്സ്. ഞാൻ ഈ ലോസ് കണ്ടിട്ട് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ വെച്ചിട്ട് ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ വരുന്ന റിക്കവറി എന്താവും? എൻ്റെ പൈസ മുഴുവൻ കട്ട് ചെയ്തിട്ട് എനിക്ക് സ്റ്റോപ്പ് ലോസ് അടിച്ച് പോയി. ഈ റിക്കവറി എന്താവും? അവിടെ ഇതാവും. ഇനി ഇവിടെ വന്നിട്ട് ഇനി താഴോട്ട് കുറച്ചും കൂടെ പോകുക വെച്ചാൽ ഞാനിവിടെ ആവറേജ് ചെയ്യും. എനിക്ക് ആവറേജ് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പോഴും അവിടെ എന്താണ് വരുന്നത്? ബൈനറിയിൽ പറഞ്ഞ പോലെ തന്നെയല്ലേ വരുന്നത്. അവിടെയും ക്യാപിറ്റൽ വേണം, ഇതൊക്കെ ചെയ്യാനുള്ള മൈൻഡ് വേണം. ഇനി ബാങ്ക് നിഫ്റ്റി എല്ലാവരും ഈസി ആയിട്ട് ചെയ്യുന്ന, എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യുന്നതല്ല, ഈസി ആയിട്ട് കേൾക്കുന്ന ഒരു പേരാണ് ബാങ്ക് നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റിയിൽ എന്താ കാര്യം? സെയിം ലൈക്ക് എ ഫോറക്സ്. നമ്മൾ എത്രയാണ് എമൗണ്ടിൽ നിന്ന് ലോസ് വരുന്നത്, അത് നമ്മുടെ ക്യാപിറ്റലിൽ നിന്ന് കുറയും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, റിക്കവറിക്ക് നമ്മൾക്ക് എമൗണ്ട് വേണം. മൂന്നാമത്തെ കാര്യം, തീറ്റയുണ്ട് അവിടെ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ മേടിച്ച പ്രൈസ് കുറഞ്ഞു. അങ്ങനെ ഒരു കാര്യം കൂടി അവിടെയുണ്ട്. പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ 400 റുപ്പീസ് ആണെങ്കിൽ മാർക്കറ്റ് കുറച്ച് താന്നപ്പോഴത്തേക്കും 300 ആയി. പിന്നെ മാർക്കറ്റ് ആ ലെവലിൽ എത്തുമ്പോഴത്തേക്കും 400 ആവില്ല, ചിലപ്പോൾ 310, 320 അങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. കാരണം പ്രൈസ് കുറഞ്ഞു, ആയിട്ട് പ്രൈസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴും നമുക്ക് അവിടെ ആവറേജ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നമുക്ക് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ആവറേജ് ചെയ്യാം. ആവറേജിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ലോട്ട് നമ്മൾ മേടിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ മേടിച്ച എമൗണ്ടും ഇപ്പോൾ വാങ്ങിയ എമൗണ്ടിൻ്റെ ആവറേജ് എമൗണ്ടിലായിരിക്കും നമ്മുടെ ട്രേഡ് പിന്നെ നടക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യും? ഈ TP ഇവിടെയാണ് നമ്മുടെ ടേക്ക് പ്രോഫിറ്റ് എങ്കിൽ അത് താന്ന് ഇവിടെ വരെ വരും. അതാണ് ആവറേജിങ് എന്ന് പറയുന്നത്. സ്റ്റോക്കിൽ ഇതേപോലെ തന്നെയല്ലേ, അല്ലേ? ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ട്രേഡ് ഏതാണ്? അങ്ങനെ ട്രേഡ് ഉണ്ടെങ്കിൽ ആ ട്രേഡിൽ ഇതേ മെത്തേഡ് തന്നെയല്ലേ? ക്യാപിറ്റൽ അല്ലേ ഇമ്പോർട്ടൻ്റ് ക്യാപിറ്റൽ അല്ലേ? രണ്ടാമത് നമ്മുടെ വിൽനെസ് അല്ലേ? ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ഞാൻ ഇടും, ഞാൻ ആവറേജ് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ MTG എടുക്കും, ഞാൻ ആ ലോസിനെ റിക്കവർ ചെയ്യും. അവിടെ മനസ്സും കൂടി ഉണ്ട്, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് സംഗതി. ട്രേഡിങ്ങിൽ ഇതാണ് സംഗതി. ഇനി നിങ്ങൾ ആലോചിക്കുക, ഞാൻ ട്രേഡ് ചെയ്യണോ അതോ വേറെ എന്തെങ്കിലും പണിക്ക് പോകണോ എന്നുള്ളത്.
മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇതൊരു നെഗറ്റീവ് വീഡിയോ അല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പല ആൾക്കാർക്കും ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റായിട്ട് വരും. ഓക്കെ, അയ്യോ ഇനി ഞാൻ ചെയ്യണോ ചെയ്യേണ്ടതെന്നുള്ളത്. നെഗറ്റീവ് ഒരു വീഡിയോ അല്ല അത്. നമുക്ക് ബൈനറി ആയാലും ഫോറക്സ് ആയാലും എല്ലാത്തിനും നന്നായിട്ട് നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇത് ഈ ഒരു സൈഡിൽ ഇത് ഇങ്ങനെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഓക്കെ, നമുക്ക് പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ VIP ഗ്രൂപ്പിൽ ഇപ്പോൾ സിഗ്നൽ കൊടുത്ത് ഇപ്പോൾ 2 സിഗ്നൽ കൊടുത്തല്ലേ, കാണിച്ചു തരാം. ഇതേ നമ്മുടെ VIP ഗ്രൂപ്പ് മാർക്കറ്റ് ഈസ് നോട്ട് സ്റ്റേബിൾ എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ തന്നെ എടുത്തല്ലേ. ഈ ട്രേഡ് എടുത്തു, ഓക്കെ, ഈ ട്രേഡ് എടുത്തു, 2 ട്രേഡ് ഇന്ന്. ഓക്കെ, അതിന് മുമ്പ് ഇത് ഞാൻ പറഞ്ഞ 11 സിഗ്നൽ എടുത്ത് 3 ലോസ് വന്നത്. 3 ലോസ് വന്നതിന് നമ്മൾ റിക്കവർ ചെയ്തിട്ടുണ്ട്. അടുപ്പിച്ച് പിന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, അടുപ്പിച്ച് പിന്നെ വന്നിട്ടുണ്ട് ലോസ് കഴിഞ്ഞതിന് ശേഷം. ഓക്കെ, അപ്പോൾ ലോസ് അവിടെ കണ്ടോ, ഫ്ലക്ച്വേഷൻ ലോസ് കണ്ടോ, മനസ്സിലാവുന്നില്ലേ? പിന്നെ ഇവിടെ ഒരു ലോസ്. ഓക്കെ, 2 ലോസ് അടുപ്പിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വിന്ന് കണ്ടോ. അങ്ങനെ മാർക്കറ്റ് നമ്മൾ എപ്പോഴും നമുക്ക് ഫേവറബിൾ ആവില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ലോസ് വന്നു കഴിഞ്ഞാൽ 3 ലോസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇരട്ടി പ്രോഫിറ്റ് നമ്മൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ എത്രയും 11 3 പോയി 8 വിന്നാണ് നമ്മൾ. 8 വിന്നിൽ നമ്മുടെ ലോസ് റിക്കവർ ആവില്ലേ, പ്രോഫിറ്റ് ആവില്ലേ? അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു 3 ലോസ് വന്നു കഴിഞ്ഞാൽ അയ്യോ അടുത്ത സെക്ഷൻ നാളെ ചെയ്യാം, ലോസ് വന്നല്ലോ തീർന്നു നിർത്തിക്കോ എന്ന് പറയുന്നതല്ല. അതല്ല ഒരു ട്രേഡർ ചെയ്യേണ്ടത്. ഒരു ട്രേഡർ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരെയും കുത്തി പറയല്ല, ഒരു ഗ്രൂപ്പിനെയും മോശമായിട്ട് പറയല്ല. ഓക്കെ, ഞാൻ എടുത്തെടുത്ത് പറയാണ്, അങ്ങനത്തെ ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ ഞാനത് ആരെയും മോശമായിട്ട് പറയുന്നതല്ല, അത് അവരുടെ ഇഷ്ടം. ഓക്കെ, ഒരു ലോസ് വന്നു, 2 ലോസ് വന്നു, 3 ലോസ് വന്നു, എന്നിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യും, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഉണ്ടാവില്ല. പിന്നെ അടുത്ത സെക്ഷനിൽ ഓട്ടോമാറ്റിക്കായിട്ട് സിഗ്നൽ വിടാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെയുള്ള ഗ്രൂപ്പുകളുണ്ട്. ഞാൻ ആരെയും മോശമായിട്ട് പറയുന്നില്ല. ഓക്കെ, നിങ്ങൾ അങ്ങനത്തെ ഗ്രൂപ്പുകളിലൊക്കെ കയറി ഇറങ്ങി വന്നവരായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇനി പോകാൻ വേണ്ടിയിട്ടുള്ളവരായിരിക്കാം. ഓക്കെ, ആരും ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനിതൊരു നെഗറ്റീവ് വീഡിയോ ആയിട്ടല്ല ഇട്ടത്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ട്രേഡിങ് എന്താണെന്നും ട്രേഡിങ്ങിന് ഇമ്പോർട്ടൻസ് എന്താണെന്നും ട്രേഡിങ് കരിയറാക്കുന്നവർക്കും അതുപോലെ തന്നെ ട്രേഡിങ് കൊണ്ട് എന്താ ഗുണമെന്നും ട്രേഡിങ്ങിൽ ചെയ്യാൻ പോകുമ്പോൾ എന്തൊക്കെയാണ് ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രേഡ് ചെയ്യുന്ന വ്യക്തി എന്തൊക്കെയാണ് എന്താ പറയേണ്ടത്, മനസ്സിലാക്കേണ്ടതെന്നുള്ളൊക്കെ കാര്യം, എന്താണ് ക്യാപിറ്റലിന് ഇമ്പോർട്ടൻസും, എന്താണ് നമ്മുടെ എന്താ പറയുക, നമ്മുടെ ഉള്ളിലുള്ള വിൽനസ്. ഓക്കെ, നമുക്ക് നമ്മുടെ തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഇതൊക്കെ വേണം. ഇതൊക്കെ ഉണ്ടായാൽ, ഇതൊക്കെ എല്ലാം കൂടെ ഒരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ട്രേഡിങ്ങിലേക്ക് വന്നിട്ട് കാര്യമുള്ളൂ. ഓക്കെ, ഞാൻ ആരെയും ബോറടിപ്പിച്ചില്ലെന്ന് തോന്നുന്നു. ചിലരെ ബോറടിപ്പിച്ചിട്ടുണ്ടാവാം, എന്നോട് ക്ഷമിക്കുക. ഓക്കെ, ഇത് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് 500 രൂപയും 600 രൂപയും 1000 രൂപയൊക്കെ കൊണ്ട് വന്നിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ, ഞാൻ ജോയിൻ ചെയ്യട്ടെ. ഞാൻ അവരോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. ഡെയിലി 1 lakh rupees പ്രോഫിറ്റ് എടുക്കുന്ന ഒരുപാട് മെമ്പേഴ്സുകളും ഡെയിലി 3.5 ലക്ഷം രൂപ പ്രോഫിറ്റ് എടുക്കുന്ന ഒരു 10 താഴെയുള്ള കുറച്ച് മെമ്പേഴ്സുകളും ഒക്കെയുള്ള ആൾക്കാർ നമ്മുടെ VIP ഗ്രൂപ്പിലുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ അവർക്കൊക്കെ ക്യാപിറ്റലുണ്ട്. എങ്ങനെ സാധ്യമാകുന്നു വെച്ച് കഴിഞ്ഞാൽ, ദൈവം അനുഗ്രഹിച്ച് ഞാൻ സിഗ്നൽ കൊടുക്കുന്നുണ്ട്, ആ സിഗ്നൽ നോക്കി അവർ ട്രേഡ് എടുക്കുന്നുണ്ട്. ആ ട്രേഡ് അവരെടുക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ സ്ട്രാറ്റജി മാത്രമല്ല, നമ്മൾ കൊടുക്കുന്ന സിഗ്നലിൻ്റെ ക്വാളിറ്റി മാത്രമല്ല, അവരുടെ ആ വിൽനെസ്സും അവരുടെ ആ ക്യാപിറ്റലുമാണ് എന്താണ് അവരെ പ്രോഫിറ്റബിൾ ട്രേഡറാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെയും പറയുന്നു, ഐ എം വെരി സോറി. കുറച്ചൊന്ന് തള്ളി മറിച്ച് എന്താ പറയുക, ഒന്ന് ഇതാക്കിയിട്ടുണ്ട്. ഓക്കെ, ഉഴുതു മറിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് നിങ്ങളുടെ എന്താ പറയുക ധൈര്യം ചോർത്തിക്കളയാനല്ല,
ട്രേഡിനെക്കുറിച്ച് ഒന്നും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.